everyone, welcome back to Xylem Learning. This is Mohammed Shaju, your English teacher. What is a noun phrase? എന്താണ് ഒരു noun phrase എന്ന് പറഞ്ഞാൽ? അതിനു മുമ്പേ എന്താണ് ഒരു noun എന്ന് പറഞ്ഞാൽ? Noun is a word that names a person, place, thing, institution, etc. etc. എന്തിന്റെയും പേരിനെയാണല്ലോ നമ്മൾ noun എന്ന് പറയുക. അപ്പൊ എന്തായിരിക്കും noun phrase എന്ന് പറഞ്ഞാൽ? യെസ്, വളരെ ഈസിയാണ്. noun phrase എന്ന് പറഞ്ഞാൽ a noun and any word in a sentence that modifies it. ഒരു നൗണും പിന്നെ അതിന്റെ കൂടെ വരുന്ന കുറച്ച് വാക്കുകൾ, ആ നൗണിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നൗണിന്റെ കൂടെ വരുന്ന മറ്റു വാക്കുകളെയുമാണ്, അവരെ ഒരുമിച്ചാണ് നമ്മൾ എന്ത് വിളിക്കുക? നൗൺ ഫ്രേസ് എന്ന് വിളിക്കുക. അപ്പോ ഈ നൗണിന്റെ കൂടെ വരുന്ന മറ്റു വാക്കുകൾ എന്ന് പറഞ്ഞില്ലേ, മോഡിഫൈ ചെയ്യാൻ വേണ്ടി വരുന്ന വാക്കുകൾ എന്ന് പറഞ്ഞില്ലേ, അവര് ആർട്ടിക്കിൾസ് ആവാം. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എ ആൻഡ് ദ, ഇവരെയാണ് ആർട്ടിക്കിൾസ് എന്ന് പറയാ. എ ആൻഡ് ദ അവരാവാം. അഡ്ജക്റ്റീവ്സ് ആവാം. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ. ഫോർ എക്സാമ്പിൾ, ഷർട്ട് നൗൺ ആണ് അല്ലെ. ബ്ലൂ ഷർട്ട് അതെന്താണ്? അത് ബ്ലൂ എന്ന് പറയുന്നത് ആഡ്ജക്റ്റീവ് ആണ്, ആ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡാണ്. മനസ്സിലായില്ലേ? ആഡ്വേർബ് വരാം. ആഡ്വേർബ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് റണ്ണ് വേർബ് ആണ് അല്ലെ. റണ്ണിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ്ലി പറയില്ലേ, റൺ ഫാസ്റ്റ്ലി. ഫാസ്റ്റ്ലി ആഡ്വേർബ് ആണ്. അപ്പൊ ഇത്തരം വാക്കുകൾ വരികയാണെങ്കിൽ ഇവരെ ഒരുമിച്ച് നൗണിന്റെ കൂടെ വരുന്ന ഇവരെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് നൗൺ ഫ്രേസ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ദ ഡോഗ് എന്ന് പറയുന്ന ദ ബ്രൗൺ ഡോഗ് എന്ന് പറയുന്ന സെന്റൻസ് നോക്കുക. അതിനകത്ത് ദ ഡോഗ് നമുക്കറിയാം, ഡോഗ് എന്ന് പറയുന്ന വേർഡ് ഒരു നൗണാണ് അല്ലെ. ഡോഗ് എന്ന് പറയുന്ന വേർഡ് ഒരു നൗണാണ്. എന്നിട്ട് അതിനകത്ത് നോക്കുക, ദ ബ്രൗൺ ഡോഗ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നോക്കുക അല്ലെ. ബ്രൗൺ ഡോഗ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നോക്കുക. ഇതിനകത്ത് ദ എന്ന് പറയുന്നത് ഒരു എന്താണ്? ആർട്ടിക്കിൾ ആണ് അല്ലെ. ബ്രൗൺ എന്ന് പറയുന്നത് എന്താണ്? ഈ ബ്രൗൺ എന്ന് പറയുന്നത് ഈ ഡോഗിനെ ക്വാളിഫൈ ചെയ്യാൻ വന്ന അഡ്ജക്റ്റീവ് അല്ലേ. സോ അത് അഡ്ജക്റ്റീവ് ആണ്. ഡോഗ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? നൗൺ ആണ്. സോ ഇതിനെ ഒരുമിച്ച് നമുക്ക് എന്ത് വിളിക്കാം? നൗൺ ഫ്രേസ് ആണെന്ന് പറയാം. വേറെ എക്സാമ്പിൾ, ദ ലാർജ് ബ്രൗൺ ഡോഗ്. നമുക്ക് ദ ലാർജ് ബ്രൗൺ ഡോഗ് എന്ന് പറയുന്നതിൽ ദ ലാർജ് ബ്രൗൺ എന്ന് പറയുന്ന ഇതെല്ലാം ഇതിനെ ക്വാളിഫൈ ചെയ്യാൻ വന്ന, ഡോഗിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വന്ന വാക്കുകളാണ്. സോ ദ ആർട്ടിക്കിള്, ലാർജ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്, ബ്രൗൺ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് അല്ലെ, ഡോഗ് എന്ന് പറയുന്ന നൗണും. ഇവരെ ഒരുമിച്ച് നമുക്ക് നൗൺ ഫ്രേസ് എന്ന് വിളിക്കാം. വേറൊന്ന്, ദ ഇന്റിമിഡേറ്റിംഗ് ലാർജ് ബ്രൗൺ ഡോഗ്. പിന്നെയും ഒരു എക്സാമ്പിൾ, അഡ്ജക്റ്റീവ് തന്നെ ചേർത്തിട്ട് പിന്നെയും നമ്മൾ പറഞ്ഞിരിക്കുന്നു. സോ ഇതും എന്തുതന്നെയാണ്? യെസ്, ഇത് നമ്മളെ നൗൺ ഫ്രേസ് എന്ന് പറയും. അപ്പൊ മെയിൻ നൗൺ ഉണ്ടാവും, ഹെഡ് നൗൺ എന്ന് പറയാം. ഈ ഹെഡ് നൗൺ ഡോഗ്, അതിന്റെ കൂടെ വരുന്ന, അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി വരുന്ന ഇവന്മാരെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഈ നൗൺ ഫ്രേസ് എന്ന്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹാവ് എ വെരി ഓൾഡ്, ഐ ഹാവ് എ വെരി ഓൾഡ് ഹൗസ്. ഈ ഒരു സെന്റൻസിനകത്ത് എവിടെയാണ് നൗൺ ഫ്രേസ് വരുന്നത് നമുക്ക് നോക്കാം. എ വെരി ഓൾഡ് ഹൗസ് എന്ന് പറയുന്നതാണ് നൗൺ ഫ്രേസ് അല്ലെ. ഇതില് ഹൗസ് എന്ന് പറയുന്നതാണ് ശരിക്കും നൗൺ എന്ന് പറയുന്ന വേർഡ്. ഹൗസ് എന്ന് പറയുന്നതാണ് ശരിക്കും നൗൺ എന്ന് അല്ലെ. ഒരു ഹെഡ് നൗൺ എന്ന് പറയുന്ന അയാളാണ്. ഇവിടെ ഓൾഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. പഴയ വീട്, വീടിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് പഴയത്. സോ ഓൾഡ് എന്ന് പറയുന്നത് അത് അഡ്ജക്റ്റീവ് ആണ്. വെരി എന്ന് പറയുന്ന വേർഡ് ആഡ്വേർബ് ആണ്. എ എന്ന് പറയുന്ന വേർഡ് ആർട്ടിക്കിൾ ആണ്. സോ എ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് എ വെരി ഓൾഡ് ഹൗസ് ആണ്. ഇവരെ മൊത്തത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? നൗൺ ഫ്രേസ് എന്ന് വിളിക്കാം. ഹാവ് അതിലെ എന്താണ്? വേർബാണ്. വേർബിന് ശേഷമുള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ നൗൺ ഫ്രേസ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ സെന്റൻസിൽ കണ്ടിരിക്കുന്നത്. റെഡിയാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഈ വേർഡ് പിരമിഡ് നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട് അല്ലെ. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ വേർഡ് പിരമിഡ് നമ്മൾ പഠിച്ചത് തന്നെ ഈ നൗൺ ഫ്രേസിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. നോക്ക്, ബോയ് ഹെഡ് നൗൺ ആണ് അല്ലെ. ദ ബോയ് നൗൺ ഫ്രേസ് ആയി അല്ലെ. അടുത്തത് ദ സ്മാർട്ട് ബോയ്, ദ ആർട്ടിക്കിള്, സ്മാർട്ട് അതിനെ ക്വാളിഫൈ ചെയ്ത വേർഡ് അഡ്ജക്റ്റീവ്, ബോയ് അവിടെ ഉണ്ട്. ഇനി അടുത്തത് ദ സ്മാർട്ട് ബോയ് ഇൻ ദ ക്ലാസ്. ഇതെന്താണ്? ഇത് ബോയ് എന്ന വേർഡിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വേർഡ്സ് വന്നിട്ടുണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, അതിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ് ഉണ്ട്. സോ ഇവരെ ഒരുമിച്ച് നമുക്ക് എന്ത് വിളിക്കാം? നൗൺ ഫ്രേസ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ ചിത്രം നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായാൽ മതി. എന്താണ് നൗൺ ഫ്രേസ് എന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റെഡി അല്ലേ മക്കളെ? അപ്പോ നൗൺ ഫ്രേസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നൗൺ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക.
നൗണിന്റെ കൂടെ വരുന്ന മോഡിഫയേഴ്സിനെ ഒരുമിച്ച് അവരെ വിളിക്കുന്ന പേരാണ് എന്താ? നൗൺ ഫ്രേസ്. താങ്ക് യു.